ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ വൈകുന്നേരത്തേക്ക് ചിക്കനും അതുപോലെ തന്നെ ചപ്പാത്തി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ചിക്കനും ചപ്പാത്തി ഉണ്ടാക്കുന്നതിന് മുന്നേ ഞാൻ പുറത്തുനിന്ന് കുറച്ച് സാലഡ് കുക്കുംബർ ആയി നിൽപ്പുണ്ട്. അപ്പോൾ അതും കൂടി എടുത്ത് വെച്ചാൽ നമുക്ക് സലാഡ് ഉണ്ടാക്കാനായിട്ട് എടുക്കാമല്ലോ. അതുപോലെ വെറുതെ ഇങ്ങനെ കഴിക്കാനും ചിക്കുന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് നമുക്കിന്ന് എടുക്കാം. കുക്കുംബർ ദേ ഇവിടെ ഇങ്ങനെ ആയി നിൽപ്പുണ്ട് കേട്ടോ. ദേ ഇവിടെ ഉണ്ട്, അതുപോലെ ദേ ഇവിടെ ഉണ്ട്, ഇവിടെ ഉണ്ട്, അതുപോലെ താഴത്തൊക്കെ പിടിച്ച് കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ഇന്ന് എടുക്കുവാണ്. ഏകദേശമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കൂടി എടുക്കാം. ഇതേ ഞാൻ ഇവിടെ നിന്നും കൂടെ എടുക്കുവാണേ. അതുപോലെ താഴെയുണ്ട്, താഴത്തുനിന്നും കൂടെ. നല്ല മഴ വരുന്നുണ്ട് കേട്ടോ. മഴയ്ക്ക് മുന്നേ എടുത്തിട്ട് അകത്ത് കയറണം. ഇതേ ഇപ്പോൾ 3 മതി കേട്ടോ. നല്ല മഴ പെയ്യുന്നുണ്ട്. എന്താ ഞാൻ കുക്കുംബറൊക്കെ എടുത്തുകൊണ്ട് കയറി വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മഴയും നല്ല കാറ്റും. ഞാൻ ഇച്ചിരി ജോലിയും കൂടെയൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചാൽ പുറത്ത്, പക്ഷെ നടക്കില്ല. നല്ല കാറ്റും നല്ല മഴയും. അപ്പോൾ ദേ വൈകുന്നേരത്തെ മഴയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് അതുപോലെ ചെറിയ ഉള്ളിയിലാണ് തയ്യാറാക്കാൻ പോകുന്നത്. ഞാനിനി ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. ഇച്ചിരി ലേറ്റായി, എന്നാലും മഴയൊക്കെ ആയത് കാരണം അങ്ങനെ ഇരുന്ന് പോയതാണ് കേട്ടോ. അപ്പോൾ ഇനി ചിക്കൻ കറി ഉണ്ടാക്കാൻ തുടങ്ങാവേ. ഞാൻ ഇവിടെ ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ തക്കാളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ മല്ലിയിലയും കറിവേപ്പിലയും ചിക്കനും ഒക്കെ ക്ലീൻ ചെയ്തത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ ഒന്ന് മസാലയൊക്കെ പുരട്ടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ചിക്കൻ ഞാൻ ഒരു വലിയ പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. നമുക്ക് മസാലയൊക്കെ മിക്സ് ചെയ്യാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ട് ഒരു വലിയ പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ അതിനകത്തേക്ക് ചേർക്കാൻ പോകുന്നത് മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടെ വറുത്ത് വെച്ചിട്ടുണ്ട്. അതും ഇതിൻ്റെ ഒപ്പം ഇട്ട് കൊടുക്കുവാണേ. ഇതിനകത്തേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർക്കുവാണേ. ഉപ്പ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചിക്കൻ മസാലയും കൂടി ഈ സമയത്ത് തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ചേർത്ത് കൊടുക്കുവേ. ഇനി ഞാൻ വെക്കുന്ന ഒരു രീതിയാണ് കേട്ടോ. ഇത് വേഗത്തിൽ തീർക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടി ചേർക്കുവേ. ഇനി ഞാൻ ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുവാണ്. മിക്സ് ചെയ്ത് മാറ്റി വെച്ചതിന് ശേഷം ഞാൻ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് വച്ചിട്ടേ ഉള്ളൂ. ഇനി അത് നന്നായിട്ട് ചതച്ചെടുക്കണം. അപ്പോൾ ഇത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ചിക്കൻ ഇങ്ങനെ ആക്കി വെച്ചിട്ട് അത് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാൻ പോവുകയാണേ. ഞാൻ ഇഞ്ചി ഒന്ന് ചതച്ചെടുക്കാൻ പോവുകയാണേ. എൻ്റെ ഒരു ചെറിയ അമ്മിയാണ് കേട്ടോ. ഞാൻ ഇതിനകത്താണ് ചതയ്ക്കുന്നതൊക്കെ, ഇതിൻ്റെ ഉള്ളിലാണേ. അതുപോലെ പച്ചമുളകും ഒക്കെ ഞാൻ ഇതിൻ്റെ ഒപ്പം തന്നെ ഇപ്പോൾ ചതച്ചെടുക്കാൻ പോവുകയാണ്. ഞാനിത് ചതച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് വയ്ക്കാം. ഈ അമ്മിയിൽ കാണുന്ന മഞ്ഞളെന്ന് പറയുന്ന മഞ്ഞ കളറും മഞ്ഞൾ അരച്ചതാണ് കേട്ടോ. മഞ്ഞൾ തല്ലിയിട്ട് അത് അങ്ങനെ എത്ര ക്ലീൻ ചെയ്തിട്ടും പോകുന്നില്ല കേട്ടോ. ഞാൻ ഉരച്ചൊക്കെ കഴുകി നോക്കി, എന്നിട്ടും അത് പോകുന്നില്ല. ആ മഞ്ഞളിൻ്റെ കറ അതുപോലെ അതിൽ തന്നെ ഉണ്ട്. പക്ഷെ അത് വലിയ കുഴപ്പമില്ല കേട്ടോ. ഞാൻ 2-3 പ്രാവശ്യം അരച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ടും ഇപ്പോൾ ഈ തക്കാളി നമ്മുടെ ഇവിടുത്തെയാണ് കേട്ടോ. ഇവിടുത്തെ തക്കാളിയാണേ. അപ്പോൾ അതും കൂടി ഞാൻ കട്ട് ചെയ്ത് വയ്ക്കുകയാണ്. ചെറിയ തക്കാളിയാണ്. 2 വലുതും ബാക്കി 2 ഇതുപോലെ കുഞ്ഞിതുമായിരുന്നു കേട്ടോ. അത് ഞാൻ എടുത്തിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോയൊക്കെ അത്രയേ ഉള്ളൂ. അതും കൂടി കട്ട് ചെയ്ത് വെച്ച് ഞാൻ ഇനി എണ്ണ ഒഴിച്ച് നമുക്ക് കുക്ക് ചെയ്ത് തുടങ്ങാം. എണ്ണ ഒഴിച്ച് കൊടുക്കുവാണേ. കടുകും കൂടി ഇട്ടിട്ടുണ്ട്. ഇത് നമ്മളന്ന് എടുത്തു വെച്ച കറുകപ്പട്ടയാണ് കേട്ടോ. അപ്പോൾ അതിൽ നിന്ന് ഞാൻ ഒരു 2 കഷ്ണം കറുകപ്പട്ട ഇട്ട് കൊടുക്കാൻ പോവുകയാണേ. അത്രയും മതി കേട്ടോ. ഇത് നല്ല കറുകപ്പട്ടയായതുകൊണ്ട് നല്ല മണമായിരിക്കും. കറുകപ്പട്ടയും കൂടെ ഇട്ടിട്ടുണ്ട്. ഇനി കടുവെല്ലാം പൊട്ടി കറുകപ്പട്ട ഇട്ടു. ഇനി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് നമ്മൾ ചതച്ച് വെച്ചില്ലേ, അതും കൂടി ഇട്ട് കൊടുക്കുവാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വരട്ടെ. അപ്പോഴേക്കും ഞാൻ ഈ വെളുത്തുള്ളിയുടെ കാര്യം പറയാം. ഈ വെളുത്തുള്ളി ഈ കാണുന്ന വെളുത്തുള്ളി ഇല്ലേ, നമ്മളന്ന് എന്താണ് വട്ടവടയൊക്കെ പോയ സമയത്ത് കൊണ്ടുവന്നതാണ്. വട്ടവട അല്ലല്ലോ, നമ്മൾ എവിടെ പോയ അന്ന് മൂന്നാർ പോയ സമയത്ത്
കാന്തല്ലൂരിൽ നിന്ന് കിട്ടിയതാട്ടോ. അത് അന്ന് ഞാൻ കൊണ്ടുവന്ന വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം കേട്ടോ ആ വീഡിയോ. അത് എങ്ങനെയാണ് ബ്രൈഡ് ചെയ്തെന്നൊക്കെ ഉള്ള വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമുള്ളവർ. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില ഇപ്പോൾ ഇട്ട് കൊടുക്കുവാണ്. കുറച്ച് കറിവേപ്പില ഞാൻ മാറ്റി വെച്ചേക്കും. അത് പിന്നീട് അവസാനം ചേർക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് കറിവേപ്പില ഇട്ടിട്ടുണ്ട് കേട്ടോ. ഈ കറിവേപ്പില നമ്മൾ അന്നൊരു ഷോർട്സ് ചെയ്തില്ലേ, ആ കറിവേപ്പില ഞാനിവിടെ കൊണ്ടുവന്നിട്ട് ഒരു ബോട്ടിലാക്കി അത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിരുന്നു കേട്ടോ. ഇപ്പം ഏകദേശം ഒരു 10 ദിവസത്തിൽ കൂടുതലാവും തോന്നുന്നു. ഞാൻ ശരിക്കും ആ ഡേറ്റ് ഓർക്കുന്നില്ല കേട്ടോ. 10 ദിവസത്തിൽ കൂടുതലാവും. കേടുകൂടാതെ തന്നെ ഇപ്പോഴും നല്ല ഫ്രഷ് ആയിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിങ്ങനെ ചെയ്യാറുണ്ട്. കുറച്ചധികം കറിവേപ്പില ഒരുമിച്ച് കിട്ടുമ്പോൾ അത് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വയ്ക്കും. അപ്പോൾ നമുക്കത് എപ്പോഴും യൂസ് ചെയ്യാനായിട്ട് കിട്ടാറുണ്ട്. കറിവേപ്പില ഇങ്ങനെ ഇല്ലാത്തൊരവസ്ഥ വരാറില്ല കേട്ടോ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. ചെറിയ ഉള്ളി കൂടി ചേർത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഈ സമയത്ത് ചേർത്ത് കൊടുക്കുകയാണേ. കുറച്ച് ചേർത്താൽ മതി, കാരണം നമ്മൾ ചിക്കനിൽ നേരത്തെ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നോക്കിയിട്ട് വേണമെങ്കിൽ ചേർക്കാമല്ലോ. ഇപ്പോൾ ഉള്ളി ഏകദേശം ഒന്ന് വാടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ ചിക്കൻ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ചിക്കനും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുവാണ്. ഇനി ഞാനിത് വാഴയില വെച്ച് അടച്ചു വെക്കാൻ പോവുകയാണ് കേട്ടോ. ഇപ്പോൾ വെള്ളമൊന്നും ചേർക്കുന്നില്ല. അടച്ച് കുറച്ച് നേരം ഫ്ലെയിം ഒന്ന് കുറച്ചിട്ടിട്ട് വെക്കാൻ പോവുകയാണ്. അപ്പോഴേക്കും ചിക്കനിലുള്ള വെള്ളമൊക്കെ ഇറങ്ങും. പിന്നെ നമുക്ക് വേണമെങ്കിൽ കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി അത് അവിടെ ആകുമ്പോഴേക്കും ഞാൻ കുക്കുംബർ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സലാഡിന് വേണ്ടിയിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിടുവാണേ. ഇത് അത്യാവശ്യം നല്ല വലിയ കുക്കുംബറാണ് കേട്ടോ. ചിക്കുവിനത് വലിയ ഇഷ്ടമാണ്. കുക്കുംബർ ഇങ്ങനെ നാരങ്ങയൊക്കെ ആക്കിയിട്ട് ഉപ്പിട്ട് കൊടുത്താൽ കഴിച്ചോളും കേട്ടോ. ഇത് ഞാൻ വിചാരിച്ചു നന്നായിട്ട് മുറ്റിപ്പോയി കാണുമെന്നേ. ഇല്ല കേട്ടോ, വിത്തൊക്കെ മുറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. നല്ലതാണ്. അതിൻ്റെ സൈസാണെന്ന് തോന്നുന്നു ഇത്രയും വലുതാവുന്നത്. ഇനി നമുക്ക് ഇലയൊന്ന് തുറന്ന് നോക്കാവേ. ഇലയൊക്കെ വാടിയിട്ടുണ്ട്. ഇതേ നന്നായിട്ട് വെള്ളമുണ്ട് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ വെള്ളം കുറച്ച് പോലും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. നന്നായിട്ട് ഇനി കുക്കാവാൻ ഇനിയും സമയം എടുക്കുക ഞാൻ, കാരണം ചെറിയ തീയിലാണ് വെച്ചിരുന്നത്. ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഈ സമയത്ത് തക്കാളി ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഞാൻ ഇട്ട് കൊടുക്കുവാണ്. ഞാൻ ഈ സമയത്ത് തന്നെ കുറച്ച് കറിവേപ്പിലല്ല മല്ലിയിലയും കൂടി കുറച്ച് ഇട്ട് കൊടുക്കുവാണ്. അപ്പോൾ ആ മണമൊക്കെ ഒന്ന് വരും. കുറച്ച് മല്ലിയില മാറ്റി വെച്ചിട്ടുണ്ട്, അത് അവസാനം ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒന്നുകൂടെ മൂടി വയ്ക്ക്. വെള്ളം ചേർക്കേണ്ടി വരില്ല, കാരണം നല്ല വെള്ളം അതിൻ്റെ ഉള്ളിൽ തന്നെ ഉണ്ടായിരുന്നു. ചിക്കൻ അവിടെ ആകുമ്പോഴേക്കും ഞാൻ ചപ്പാത്തിയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണേ. ഇത് ചപ്പാത്തി നമ്മൾ മറ്റേ ഷോപ്പിൽ നിന്ന് മേടിക്കില്ലേ, റെഡിമെയ്ഡ് മേടിക്കുന്ന ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചൂടാക്കി എടുക്കാം. അപ്പം നമ്മൾ ഇതേ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബാക്കി മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇങ്ങനെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുവാണ്. ഇനി ഇതും കൂടെ കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാം. അപ്പം ഞാൻ ഇതേ കഴിക്കാൻ പോവുകയാണ്. ചപ്പാത്തി എടുത്തു, അതുപോലെ കുറച്ച് ചിക്കൻ കറി, ഇനി കുക്കുംബറുണ്ട്, 2 പീസ് കുക്കുംബറും കൂടെ എടുത്തേ. ഇനി നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ചൂടാണ് കേട്ടോ, ഇപ്പോൾ ആയതേ ഉള്ളൂ. ഞാൻ കഴിക്കുവാണേ. നല്ല ടേസ്റ്റ് ഉണ്ട്. ആ കറിവേപ്പിലയിലേക്ക് കുക്കുംബർ കൂടെ കഴിച്ച് നോക്കാം. കുക്കുംബർ കൊള്ളാൻ നല്ല ചൂടാണ്. ചിക്കൻ കറി നല്ല ചൂടാണ്. ചൂടുകൊണ്ട് നല്ല എരിയുണ്ട്. ഞാൻ അതുകൊണ്ടാണ് കുരുമുളക് ചേർത്തിട്ടില്ല കേട്ടോ. കാരണം ഇത് നമ്മളിവിടെ പൊടിക്കുന്ന മുളകാണ്. ആ പൊടി നല്ല എരിയുള്ളതാണ്. ഇത്തവണ മേടിച്ചത് നല്ല എരിയായിരുന്നു. അത് കാശ്മീരി ചില്ലി അതിൻ്റെ ഒപ്പം ഇല്ലായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല എരി ആയതുകൊണ്ടാണ് ഞാൻ കുരുമുളക് ചേർക്കാമായിരുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിലൂടെ കാണുന്നത് വരെ ബൈ.